ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ പുതിയ പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റായ അതായത് കളിക്കാം ചിരിക്കാം എന്നുള്ള യൂണിറ്റ് ആണ്. ഇതിലെ ആദ്യത്തെ പാഠം കളിമാറാപ്പ് എന്നുള്ളൊരു പാഠമാണ്. അതും അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് നോക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കളിമാറാപ്പ്. നോക്കൂ മക്കളെ, ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള കളികൾ കളിക്കുന്ന ചിത്രം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. ഞങ്ങൾക്ക് അതിൽ ഏതൊക്കെ കളികൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? മുകളിൽ നിന്ന് നോക്കൂ. ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, പട്ടം പറത്തുന്നതുണ്ട്, അതുപോലെ വണ്ടി, സൈക്കിൾ വണ്ടി, സൈക്കിളിന്റെ ടയർ അല്ലെ, ടയർ ഉരുട്ടിക്കൊണ്ടു പോകുന്ന വണ്ടി ഉരുട്ടുന്നൊരു കളിയുണ്ട്. പാളയിൽ കയറി ഇരുന്നിട്ട് കുട്ടികളെ മറ്റു കുട്ടികൾ വലിച്ചു കൊണ്ടുപോകുന്നതുണ്ട്. പിന്നെ അതുപോലെ കക്ക് കളിയുണ്ട്, ഉപ്പ് കളിയുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് കളികൾ ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതൊരു നാടൻ പാട്ടിന്റെ ഇനത്തിലാണ് കേട്ടോ മക്കൾ ചൊല്ലി നോക്കേണ്ടത്. നല്ല ഇനത്തിൽ ചൊല്ലി നോക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കളിമാറാപ്പ്. തകത്തേ തക തകത്തേ തക തകത്തേ തക തേതാരം, തകത്തേ തക തകത്തേ തക തേതാരം. എവിടെ നിന്നു വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിൽ എന്തൊക്കെ തേതാരം. മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ എന്റെ മാറാപ്പിൽ കളികളാണ് തേതാരം. തലപ്പന്ത്, കുഴിപ്പന്ത്, ഇട്ടൂലി, പാത്തൂലി, അമ്മാനക്കളികളുണ്ട് തേതാരം. ഉപ്പുകളി, തൊട്ടുകളി, ഗോലികളി, ഏറുപന്ത്, കണ്ണുകെട്ടിക്കളികളുണ്ട് തേതാരം. തകത്തേ തക തകത്തേ തക തകത്തേ തക തേതാരം, തകത്തേ തക തകത്തേ തക തേതാരം. അപ്പൊ എന്താ മക്കളെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? കളിമാറാപ്പ്. മാറാപ്പ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? നമ്മൾ ഭാണ്ഡം എന്നൊക്കെ പറയില്ലേ, ഭാണ്ഡക്കെട്ട് എന്നൊക്കെ പറയില്ലേ, കൂട്ടമാക്കിയിട്ട് ഒരു കെട്ടുമായിട്ട് പോകുന്നതിനെ നമ്മൾ മാറാപ്പ് എന്ന് പറയാം. അപ്പൊ കളിമാറാപ്പ് എന്ന് പറഞ്ഞാൽ കളികളുടെ ഒരു കൂട്ടമാണ് കേട്ടോ. കളികളുടെ ഒരു ഭാണ്ഡമാണ്, അല്ലെങ്കിൽ കളികളുടെ ഒരു ശേഖരമാണ്. ആദ്യത്തെ പാരഗ്രാഫില് തകത്തേ തക തകത്തേ തക തകത്തേ തക തേതാരം, അതൊരു വായ്ത്താരിയാണ്. എവിടെ നിന്ന് വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിൽ എന്തൊക്കെ. എന്താ ചോദിച്ചിട്ടുള്ളത്? എവിടെ നിന്നാണ് നാടോടി നീ വരുന്നത്? നാടോടി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കാത്ത ആളുകളെയാണ് നാടോടി എന്ന് പറയാം. അവരിങ്ങനെ ദേശം ചുറ്റിക്കൊണ്ടിരിക്കും, പല പല ജോലികളിലായിട്ട് ദേശം ചുറ്റിക്കൊണ്ടിരിക്കും, പല ഊരുകളിലായിട്ട് അവർ ദേശം ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നാടോടി എന്ന് പറയാം. അപ്പൊ നാടോടി നീ എവിടെ നിന്നാണ് വരുന്നത്? നിന്റെ മാറാപ്പിൽ എന്തൊക്കെ, നിന്റെ കയ്യിലുള്ള നിന്റെ കെട്ടില് എന്തൊക്കെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. മലനാടും താണ്ടി വന്ന കൂട്ടരെ ഞാൻ എന്റെ മാറാപ്പിൽ കളികളാണ്. ഞാൻ മലനാട് താണ്ടിയാണ് വരുന്നത്, അതായത് കേരളത്തിന്റെ മുകളിലുള്ള ഭാഗത്തെയാണ് നമ്മൾ മലനാട് എന്ന് പറയാം അല്ലെ. മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ മലനാട് താണ്ടി വന്നു, മലകളുള്ള നാട്ടിൽ നിന്ന് വരുന്നു. എന്റെ മാറാപ്പിൽ കളികളാണ്, വ്യത്യസ്ത തരത്തിലുള്ള കളികളാണ് എന്റെ മാറാപ്പിൽ ഞാൻ നിറച്ചിരിക്കുന്നത്. ഇതിനുള്ള പാരഗ്രാഫിൽ എന്തൊക്കെ കളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. തലപ്പന്ത്, കുഴിപ്പന്ത്, ഇട്ടൂലി, പാത്തൂലി, അമ്മാനക്കളികളുണ്ട്. ഓരോ കളികളുടെ പേരാണ് ഇതൊക്കെ. ഈ കളികളൊക്കെ എന്റെ മാറാപ്പിൽ ഉണ്ട്. പിന്നെയോ ഉപ്പുകളിയുണ്ട്, തൊട്ടുകളി, ഗോലികളി, ഏറുപന്ത്, കണ്ണുകെട്ടിക്കളികളും ഉണ്ട്. ഈ കളികളെല്ലാം എന്തുണ്ട്? നാടോടിയിലെ മാറാപ്പിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇതിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1, കവിത താളമിട്ട് ചൊല്ലി അവതരിപ്പിക്കൂ. അത് മക്കള് ക്ലാസ്സിൽ ചെയ്തു നോക്കുക. ചോദ്യം 2, കളിക്കാൻ കൊതിക്കാത്തവരില്ല. കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം എന്ത്? കളി സന്തോഷവും വിനോദവും നൽകുന്നു, ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നു, കൂടാതെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സഹകരണത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കുന്നു എന്നതിനാലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം. ചോദ്യം 3, പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതൂ. മക്കൾക്ക് അറിയാവുന്ന കളികളുടെ പേരുകൾ ചേർക്കാം. ഞാൻ എനിക്ക് ഉദാഹരണം ഇവിടെ കൊടുക്കുന്നുണ്ട്, നോക്കൂ. തൊട്ടുകളി, കക്കുകളി, ഒളിച്ചുകളിയും, പിന്നെ കള്ളനും പോലീസും ഉണ്ട് തകതേതാരം, ബോളുകളി, ചെസ് കളി, മറ്റാരും കാണാത്തൊരു കമ്പ്യൂട്ടർ കളികളുണ്ട് തകതേതാരം. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ളൂ കേട്ടോ മക്കളെ. ഈ പാഠഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ചെറിയൊരു പാഠഭാഗമാണ്. പാഠഭാഗവും അതിൽ ചെയ്ത 2 ചോദ്യങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.